അത്യാവശ്യമാണ് അല്ലേ? നമുക്ക് ഒരുപാട് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ഓരോ ട്രെയിനിങ്ങുകളും അത്യാവശ്യം തന്നെയല്ലേ? അല്ലേ? ഞാൻ പറഞ്ഞു ഓഫറിന് മുന്നേ ഓഫറിലൂടെ വന്നിട്ടുള്ള ഏകദേശം ഒരുപാട് പാർട്ട്നേഴ്സ് നമ്മളിവിടെ വന്നിട്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ അല്ലേ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രെയിനിങ് ആണ് BOP. ഇപ്പോ ഞാൻ പറഞ്ഞത് ചിലപ്പോൾ ഒരു 6 മാസം മുന്നേ വന്നിട്ടുള്ള ആൾക്കാർക്ക് BOPയുടെ പ്രാധാന്യം എന്താണെന്ന് അറിയാൻ പറ്റും അല്ലേ? ഇന്ന് നമ്മൾ പല ഗ്രൂപ്പുകളിലും ഞാൻ കാണുന്ന ഒരു കാഴ്ച, ഞാൻ അറിഞ്ഞ കാഴ്ച, പഴയ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് ആൾക്കാർ വിട്ടുപോയിട്ടുണ്ട്. പഴയ ഒരുപാട് ആൾക്കാരുടെ ഒരുപാട് ഗ്രൂപ്പുകൾ കണ്ടൊരു വ്യക്തിയാണ്. ഇന്ന് മിക്ക ഗ്രൂപ്പുകളിലും ഞാൻ കണ്ടൊരു കാഴ്ച, ഇപ്പൊ ഒരു BOPയുടെ പോസ്റ്റ് വന്നു, ഒരു 7Mന്റെ പോസ്റ്റ് വന്നു. ഈ പോസ്റ്റർ നമ്മുടെ വീടുകളിൽ അതായത് ന്യൂസ് പേപ്പറുകൾ വാങ്ങിക്കുന്ന വീടുകളിൽ ഒരു സൈക്കിളിൽ വരുന്ന ഒരു ന്യൂസ് പേപ്പർ വിതരണം ചെയ്യുന്ന ഒരാള് ഒരു മാതൃഭൂമിയോ മനോരമയോ പത്രം വലിച്ചെറിയുന്ന പോലെ നമ്മുടെ ഗ്രൂപ്പിൽ ഒരു 7Mന്റെ പോസ്റ്ററും അല്ലെങ്കിൽ ഒരു BOPയുടെ പോസ്റ്ററും വലിച്ചെറിഞ്ഞ് ഒരു വോയിസ് മെസ്സേജ് പോലും ഇടാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇന്നലെ കടന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് കടന്നു വന്നിട്ടുള്ള ഒരാഴ്ച ഒരു മാസം മുന്നേ കടന്നു വന്നിട്ടുള്ള പല ആൾക്കാർക്കും ഇപ്പോഴും ഞാൻ പറയാണ്, ഒരു വർഷം മുന്നേ കടന്നു വന്നിട്ടുള്ള ആൾക്കാർക്കടക്കം BOP എന്ന് പറയുന്ന ഈ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. എന്തിനാണ് BOPയുടെ ഉദ്ദേശം എന്താണ്? ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകണമെങ്കിൽ അവരെ അത് മനസ്സിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഇപ്പൊ നമ്മളുടെ മുന്നിൽ ഒരുപാട് സെയിൽസ് എക്സിക്യൂട്ടീവ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട് അല്ലെ? ഒരിക്കലും ഞാൻ ഒരാളെയും കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ പുതിയതായി വന്ന ഒരു മേഖലയിലേക്ക് ആയതുകൊണ്ട് നമ്മൾക്ക് ചില അറിവുകൾ, നമ്മൾക്ക് ചില തെറ്റുകൾ പറ്റുന്നത് കൊണ്ട് ആ തെറ്റുകളെ ഒന്ന് ചൂണ്ടിക്കാണിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ഇത് നാളുകളിൽ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ആൾക്കാരും, ഇപ്പൊ ഇവിടെ എത്ര പേര്, 1000-ഓളം പേരുണ്ട്. ഈ 1000 പേര് നാളെ സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന റാങ്ക് മുതൽ 13ാമത്തെ റാങ്ക് വരെ എത്താനുള്ള ആൾക്കാരാണ്. അപ്പൊ നമ്മൾ ഓരോ പടികളും കയറുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒന്ന് ഞാൻ ജസ്റ്റ് പറയാണ്. ഇപ്പൊ നമ്മളെ ചില ഗ്രൂപ്പുകളിലും ഇപ്പൊ നമ്മളൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു എക്സാമ്പിൾ, ഇപ്പൊ ഇവിടെ അക്ഷയ് സാറിനെ കാണുന്നുണ്ട്, അക്ഷയ് കൃഷ്ണ സാർ ഇപ്പൊ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആണെങ്കിൽ സാർ ആ സെയിൽസ് എക്സിക്യൂട്ടീവ് ആയി കഴിഞ്ഞാൽ സാറിന് ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പ് വരും അല്ലേ? നമ്മൾ ആ ആദ്യത്തെ ഒരാഴ്ച 2 ആഴ്ച നമ്മുടെ ഇപ്പൊ 7Mന്റെ പോസ്റ്റർ ഇട്ടിട്ട്, ഇപ്പൊ ഒരു എക്സാമ്പിൾ ഇന്നിപ്പോ ഞാനായിരുന്നു, അപ്പൊ ഇന്നലെ ചിലപ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒരു വോയിസ് വന്നിട്ടുണ്ടാവും, നാളെ നമുക്ക് റൈസപ്പിന്റെ മെഗാ 7M ആണ് നടക്കുന്നത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു 7M സെഷൻ തന്നെയാണ് നടക്കുന്നത്. എല്ലാ പാർട്ട്നേഴ്സും കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. ഇങ്ങനെ ആയിരിക്കില്ലേ മിക്ക ഗ്രൂപ്പുകളിലും വന്ന വോയിസ് അല്ലേ? അപ്പൊ ഈ 7M എന്താണെന്ന് ഒരു 6 മാസം മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഒരു 4 മാസം മുന്നേ ജോയിൻ ചെയ്തിട്ടുള്ള എനിക്കും നിങ്ങൾക്കും ചിലപ്പോൾ അറിയാൻ പറ്റും. അതെന്താ അറിയോ? 7M നമ്മൾ അതിന്റെ പ്രാധാന്യം നമ്മൾക്ക് അറിയണമെങ്കിൽ നമ്മളെ അത് ആ ഒരു രീതിയിൽ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചതും കൊണ്ടാണ്. പക്ഷെ ഇന്നലെ വന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ മിനിഞ്ഞാന്ന് വന്നിട്ടുള്ള ഒരാൾക്ക്, കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള ഒരാൾക്ക് എന്തിനാണ് 7M എന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു വോയിസിന് അതിന്റെ ഒരു സ്റ്റൈല് മാറ്റുക. ഇപ്പൊ നമ്മൾ പേഴ്സണലായിട്ട് അവരോട് പറയുന്നുണ്ട്, ഓക്കെ അല്ലേ? പേഴ്സണലായിട്ട് നമ്മൾ പുതിയതായിട്ട് വന്ന ജോയിൻ ചെയ്ത ആൾക്കാരെ വിളിച്ചിട്ട് നാളെ ഒരു 7M ഉണ്ട് കേട്ടോ, ഒരു ട്രെയിനിങ് ഉണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ 7Mന്റെ പ്രാധാന്യം എന്താണെന്ന് ആ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു മാതൃഭൂമി പത്രം നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് വലിച്ചെറിയുന്ന പോലെ ചെയ്യാതെ ആ പത്രം ആ വീട്ടിന്റെ ഉടമസ്ഥന്റെ കയ്യിലേക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഓരോ പോസ്റ്റുകളും നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത്. ഇപ്പൊ BOP എന്താണ്? BOP ഇന്ന് എന്തുകൊണ്ടാണ് പൊതുവെ നമ്മുടെ ഓരോ ഫിസിക്കൽ BOPയിലും ആളുകളുടെ എണ്ണം കുറയാനുള്ള മെയിൻ കാരണം? നമ്മൾ ഓരോ ജില്ലയിലുള്ള പാർട്ട്നേഴ്സ് അതാത് ജില്ലകളിൽ ഒരുപാട് BOPകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അല്ലെ? ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് നമ്മളും ആ ഗസ്റ്റിന്റെ കൂടെ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ പോകണമെങ്കിൽ അടുത്തൊരു ഗസ്റ്റിനെ എവിടെന്നെങ്കിലും തപ്പിപ്പിടിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ.
അപ്പോ എന്തുകൊണ്ടാണ് നമ്മുടെ BOP ഹാളുകളിൽ ഈ പങ്കാളിത്തം കുറയുവാനുള്ള കാരണം? അതിന്റെ ഏറ്റവും വലിയ കാരണം ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള നമ്മൾ ഓരോ ആൾക്കാരും തന്നെയാണ്. അപ്പൊ എന്താണ് BOP? ഇപ്പൊ പുതിയതായിട്ട് വന്ന ഞാൻ നേരത്തെ പറഞ്ഞു, പുതിയതായിട്ട് വന്ന ആൾക്കാർക്കുള്ള അറിവിലേക്കാണ്. പഴയ ആൾക്കാർക്കും വേണമെങ്കിൽ സ്വീകരിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ വിചാരിക്കാം, അപ്പൊ പിന്നെ ഞങ്ങൾ എന്തിനാ സാറേ കാണുന്നത്, ഞങ്ങൾ ഇറങ്ങിക്കൊള്ളാം. അതല്ല. അപ്പോ BOPയുടെ പ്രാധാന്യം എന്താണ്? ഇപ്പൊ ചില ആൾക്കാർ, ഇപ്പൊ ഞാൻ എനിക്ക് ഒരുപാട് ടീമുണ്ട്. ഞാൻ പല ടീമുകൾ കേൾക്കുന്ന ഒരു വോയിസ് ആണ്. ഡിയർ പാർട്ട്നേഴ്സ്, നാളെ നടക്കുന്ന കമ്പനിയുടെ BOPയിൽ ചീഫ് ഗസ്റ്റ് ആയി വരാൻ പോകുന്നത് ഇന്ന ലീഡറാണ്. പ്ലാൻ പ്രസന്റേഷൻ ചെയ്യുന്നത് ഇന്ന ആളാണ്. MC ചെയ്യുന്നത് ഇന്ന ആളാണ്. കഴിഞ്ഞു. നമ്മൾക്ക് 6 മാസം 7 മാസം മുന്നേ ജോയിൻ ചെയ്ത നമ്മൾക്ക് നമ്മുടെ കമ്പനിയുടെ പ്ലാൻ അറിയില്ല, അല്ലേ? നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എന്തിനാ കൂടുതൽ പറയുന്നത്? ഇവിടുന്ന് നമ്മളെ ഇട്ടേച്ച് പോയ പല ലീഡേഴ്സിനും നമ്മുടെ കമ്പനിയുടെ പ്ലാൻ അറിയത്തില്ല എന്നതായിരുന്നു വാസ്തവം. നമ്മളെ ഇട്ടേച്ച് പോയിട്ടുള്ള ഒരുപാട് കൊലകൊമ്പന്മാരായിട്ടുള്ള പല ലീഡേഴ്സിനും നമ്മുടെ കമ്പനിയുടെ പ്ലാൻ അറിയില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. അത് ഞങ്ങൾക്ക് കമ്പനിയിൽ പോയപ്പോഴാണ് നേരിട്ട് അറിഞ്ഞത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? കാരണം ലീഡേഴ്സ് പറഞ്ഞു തരുന്ന അറിവുകളല്ലേ നമ്മൾക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു BOPയുടെ പോസ്റ്റ് ആ ഗ്രൂപ്പിൽ അങ്ങനെ വന്നു. പക്ഷെ നമ്മൾക്ക് ഫിജിക്കാട്ടിനെ പ്ലാൻ അറിയാത്ത നമ്മൾക്ക് തന്നെ എങ്ങനെയാണ് ഫിജിക്കാട്ട് എന്ന് പറഞ്ഞ ഇതിന്റെ BOPയുടെ പ്രാധാന്യം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുക? അപ്പൊ അവിടെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ആ BOP എന്തിനാണ്? ഇപ്പൊ സാധാരണ ഞാനൊക്കെ പല ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങളെല്ലാവരും ഇന്ന് സെയിൽസ് റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള നിങ്ങളെല്ലാവരും നാളെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആവുന്ന സമയത്ത് നിങ്ങളുടെ ലീഡേഴ്സ് ഒക്കെ കൂടെ നിന്നുകൊണ്ട് പറഞ്ഞു തരും. പക്ഷെ എങ്കിൽ പോലും നമ്മുടെ മനസ്സിന് ഒരിക്കലും ഒരു ഈഗോ തട്ടാതെ, അവളെന്തിനാ എന്നെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ അവനെന്തിനാ എന്നെ ഭരിക്കുന്നത് എന്ന ചിന്താഗതി വരാതെ ആ BOPയുടെ പോസ്റ്റ് ഇടുന്ന സമയത്ത് നമ്മൾ കൃത്യമായി പറയാ, ഡിയർ പാർട്ട്നേഴ്സ്, ഇത് നമ്മൾക്കൊരു പോസ്റ്ററാണ്. BOP എന്നാണ് ഇതിന്റെ പേര്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ്സിന് ഈ ജോലി നാളെ ഒരുപാട് ദൂരങ്ങളിലുള്ള നമ്മുടെ ഇന്ത്യയുടെ പല സംസ്ഥാനത്തുമുള്ള പല ആളുകളിലേക്കും ഈ നമ്മൾ ചെയ്യുന്ന ജോലിയെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ, നമ്മൾക്ക് നേരിട്ട് ചെല്ലാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് നേരിട്ട് ചെല്ലാൻ പറ്റാത്ത പല സ്ഥലങ്ങളിലും നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഉണ്ടാവും. അപ്പൊ ഈ പോസ്റ്റ് അവർക്ക് അയച്ചു കൊടുത്ത്, ഇതിന്റെ കൂടെ ഒരു ലിങ്ക് കൂടി നമുക്ക് വരുന്നുണ്ട്. അത് അയച്ചു കൊടുത്ത് നിങ്ങൾ ആ BOPയിൽ, അത് അവിടെ എടുത്ത് പറയേണ്ട ഒരു പോയിന്റ് ഉണ്ട്. നിങ്ങൾ ആ BOPയിൽ കയറിക്കൊണ്ട് ആ ഗസ്റ്റ് ഈ BOPയിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അവരെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് നമ്മൾക്കൊന്ന് അയച്ചു തരാം എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് അത് കേൾക്കും. അപ്പൊ ചില സമയത്ത് ഞാൻ ഇപ്പൊ നമ്മൾക്ക് ഒരു DPP ഒരു സംഭവം നടക്കുന്നുണ്ട്, അല്ലെ? DPP ഒക്കെ സൂപ്പറാണ്, ബെറ്റർ ആണ്, അടിപൊളിയാണ്, എല്ലാം ആണ്. പക്ഷെ അവിടെ നടക്കുന്ന പ്രശ്നം എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയത്, നമുക്ക് ലിങ്ക് കിട്ടുമ്പോൾ നമ്മൾക്കൊരു 11 മണി സമയമാണ്, അല്ലെ? 11 മണിക്കാണ് DPP നടക്കുന്നത്. 10:50 കൂടി നമുക്ക് അതിന്റെ ഗസ്റ്റ് ഉള്ളവർക്ക് മാത്രം ലിങ്ക് കിട്ടുന്നത്. പക്ഷെ അവിടെ ഒരു വിഷയം എന്താ അറിയോ? നമുക്കിപ്പോ ഇവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിജിക്കാട്ടിൽ വരുന്നതിന് മുന്നേ ഈ സൂം എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? ഈ ഫിജിക്കാട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഇതിൽ സൂം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ട്, അല്ലെങ്കിൽ ഒരു സംഭവം ഉണ്ട് എന്ന് എത്ര പേർക്ക് അറിയാം? അറിയായിരുന്നോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ 10:55 ഈ ലിങ്ക് അങ്ങോട്ട് കൊടുത്തിട്ട് ചേച്ചി ഒന്ന് പെട്ടെന്ന് കയറൂ എന്ന് പറഞ്ഞാൽ അവരെന്തായിരിക്കും സ്വാഭാവികമായിട്ട് ചെയ്യുക? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, 10 മണിക്കാണ് നമ്മളൊരു ഇപ്പൊ SLC എക്സാം കഴിഞ്ഞു, അല്ലെ? ഇപ്പൊ നിങ്ങൾ പല പ്രതിസന്ധികൾ, ഇപ്പൊ നിങ്ങൾ ലേഡീസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ കൈകൊട്ടിക്കളി എന്ന് ഏറ്റവും നമ്മൾ കാണാൻ ഭംഗിയുള്ള ഒന്നാണ് കൈകൊട്ടിക്കളി. ഈ കൈകൊട്ടിക്കളി നാളെ ഇപ്പൊ നിങ്ങൾ ഒരു അമ്പലത്തിൽ അല്ലെങ്കിൽ ഒരു പള്ളിയിൽ നാളെ നിങ്ങളുടെ കൈകൊട്ടിക്കളിയുടെ അരങ്ങേറ്റാണ് വിചാരിക്കുക. അതിന് തലേ ദിവസം തന്നെ നിങ്ങൾ അതിന് തയ്യാറെടുപ്പ് എടുക്കത്തില്ലേ? അതിന്റെ സെറ്റ് സാരികള്, അതിന്റെ ബ്ലൗസുകള്, അതിന് തലയിൽ അണിയാനുള്ള പൂക്കള്, അല്ലെ? എല്ലാം സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ റെഡി ആയിട്ട് നിൽക്കാറില്ലേ? ഉണ്ടോ ഇല്ലേ? അപ്പോ അതുപോലെ തന്നെയാണ് ഈ ഒരു DPP എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്
നിങ്ങൾ ഒരു കുട്ടീനെ എങ്ങനെയാണോ തയ്യാറാക്കി, ഇപ്പൊ നിങ്ങളുടെ മക്കളെ എങ്ങനെയാണോ തയ്യാറാക്കി നിർത്തിയിട്ടുള്ളത്, അതുപോലെ തയ്യാറാക്കി നിർത്തിയിട്ടുള്ള ഇപ്പൊ ഒരുപാട് ഗസ്റ്റുകൾ കയറി അവർക്ക് ജോയിൻ ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ആ 11 മണി എന്ന് പറയുന്ന 10:55 നമുക്ക് ആ ലിങ്ക് തരുന്ന സമയത്ത് നമ്മൾ ആ ലിങ്ക് ആ പാർട്ട്നേഴ്സിന് ആ ഒരു ഗസ്റ്റിന് ഇട്ട് കൊടുത്തുകൊണ്ട് ചേച്ചി കേറ് 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 എന്ന് പറയും അല്ലെ. ചേച്ചി എവിടെ കയറാണ്, മരത്തിന്റെ മുകളിലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ? ആ ചേച്ചീനെ രാവിലെ ഇപ്പൊ ഇങ്ങനെ കേറാൻ താല്പര്യം ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഞാൻ എല്ലാവരോടും പറയല്ല. പക്ഷെ നമ്മൾക്ക് തെറ്റ് പറ്റുന്നുണ്ടെങ്കിൽ അതിനൊന്ന് തിരുത്തിക്കൊള്ളാൻ വേണ്ടിയിട്ടുള്ള, അല്ല തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ ആ ചേച്ചീനെ ചേച്ചി അതിന് നമ്മൾ ഈ ഒരു മീറ്റിംഗിൽ കയറണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, സൂം എന്ന് പറഞ്ഞ്. ചിലപ്പോൾ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു ചേച്ചിക്ക് എന്താണ് സൂം എന്ന് അറിയില്ല അല്ലെ. നമ്മൾ എന്താ ചെയ്യുക? ആ സൂമിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് അതിനെ അയച്ചു കൊടുത്തിട്ട് ചേച്ചി ഇത് വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ, അല്ല അടുത്ത വീട്ടിലെ കുട്ടികളുണ്ടെങ്കിൽ ഈ സൂം എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് ചേച്ചി, അതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറയോ. എന്നിട്ട് ആ കുട്ടീന്റെ ഒന്ന് എനിക്ക് വിളിച്ചിട്ട് ഫോൺ തരുമോ, ഞാൻ ആ കുട്ടിയോടൊന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞും കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ പേഴ്സണലായിട്ട് നടക്കുന്ന BOP കൾ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങളുടെ സബ് ഗ്രൂപ്പിന്റെ BOP കളൊക്കെ ഉണ്ടല്ലോ, ആ ലിങ്ക്, അങ്ങനെയുള്ള ഒരു ലിങ്ക് ജസ്റ്റ് ഇപ്പൊ 7am ആയിക്കോട്ടെ, BOP ആയിക്കോട്ടെ, ആ ലിങ്ക് ജസ്റ്റ് ആ ചേച്ചിക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് ആ ചേച്ചിനെ വിളിച്ചിട്ട് ഈ ലിങ്ക്, ഇപ്പൊ നിങ്ങളാണ് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന വ്യക്തിയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലീഡേഴ്സ് ആണ് ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുന്ന വ്യക്തിയെങ്കിൽ, ആ ലീഡേഴ്സിനെ വിളിച്ച് ചേച്ചി മാഡം ഒന്ന് ആ ലിങ്ക് ഓപ്പൺ ചെയ്യാമോ, ഒരു ഗസ്റ്റ് കയറുന്നുണ്ട്, അപ്പൊ അവർക്ക് ജസ്റ്റ് ഒന്ന് കയറാനുള്ള സാഹചര്യം ഒന്ന് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് അതില് പിന്നെ കൃത്യമായിട്ട് നിങ്ങളെ പേഴ്സണൽ ലിങ്ക് അല്ല, നമ്മളെ ഗ്രൂപ്പിൽ, നമ്മളെ സബ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് ആ ചേച്ചിനെ അതിൽ കയറ്റി ജസ്റ്റ് ഒന്ന് മുഖാമുഖം ഇരുന്ന് സംസാരിച്ച് ചേച്ചി ഇങ്ങനെ കയറിയാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു നോക്കൂ. അല്ലാതെ ഞാൻ പറയട്ടെ, സൂം എന്ന് പറഞ്ഞ ഈ സിസ്റ്റം, ഈ ഒരു സമ്പ്രദായം വന്ന ഫിജി കാർഡിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് നമ്മളൊക്കെ. എനിക്കൊന്നും അറിയ പോലും ഇല്ല. അപ്പൊ നമ്മൾക്ക് പറ്റുന്ന ഒരുപാട് അപാകതയാണ്. അപ്പൊ BOP എന്താണ്? എന്തിനാണ് BOP? നമ്മൾ BOP BOP ഉണ്ട്, BOP ഉണ്ട്, BOP ഉണ്ട്, BOP ഉണ്ട്. ഇതല്ല BOP. 3 അക്ഷരമല്ല BOP. ആ 3 അക്ഷരത്തില് ഒരുപാട് നിധികൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഒരു പക്ഷി പറക്കുന്ന സമയത്ത് ഒരു വിത്തും കൊണ്ടാണ് പറക്കുക. ഒരു പക്ഷി പറക്കുന്നത് ഒരു വിത്തും കൊണ്ടാണ്. ആ വിത്തിൽ നിന്നാണ് വലിയ കാടുകൾ ഉണ്ടാകുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇത്രയുള്ള ഒരു കുരുവി, കുഞ്ഞു പക്ഷി, ഇത്രയുള്ള ഒരു കടുകിന്റെ മണി പോലുള്ള ഒരു വിത്തും കൊണ്ടാണ് പറക്കുന്നത്. ആ വിത്തിൽ നിന്നാണ് വലിയ വനങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ എന്തേ നമ്മളെ കുറിച്ച് ചിന്തിക്കാതെ, നമ്മൾ എന്താ നമ്മുടെ വലിപ്പത്തെ കുറിച്ച് മനസ്സിലാക്കാതെ? ഇപ്പൊ നമുക്കറിയാം, കൊടും വേനലാണ് അല്ലെ. ചെറിയ ഇത്ര എന്താ പറയുക, കണ്ണിന്റെ കൃഷ്ണമണിയെക്കാളും വലിപ്പം കുറഞ്ഞിട്ടുള്ള ഒരു തീപ്പെട്ടി കമ്പിന്റെ ആ ഒരു മരുന്ന് പോലെ നമ്മുടെ പ്രദേശം മൊത്തം കത്തിച്ചാമ്പലാവാൻ പോരെ? മതിയെന്ന്. അപ്പൊ BOP എന്ന് പറഞ്ഞ ഈ സംഭവം അത് എന്തിനാണെന്ന് നമ്മൾ ആദ്യം വളരെ വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം, അങ്ങനെ ആക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പാർട്ട്നേഴ്സോട് ഒരു അപേക്ഷയാണ്. നിങ്ങൾ നമ്മുടെ കമ്പനിയുടെ BOP എന്ന് പറയുന്ന കമ്പനിയുടെ ഒരുപാട് BOP കൾ വരാറുണ്ടല്ലോ നമുക്ക് ആഴ്ചയിലൊക്കെ. അങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട BOP കൾ അടക്കം നല്ല അറിവുള്ള ആൾക്കാരൊക്കെ പ്ലാൻ പറയുന്ന സമയത്ത് ആ BOP തുടക്കം മുതൽ ഒന്നും വേറെ ഡോർ അടച്ച് റൂമിനകത്ത് ഇരുന്ന് മറ്റപ്പുറത്തെ വിളികൾ ശ്രദ്ധിക്കാതെ, ഇപ്പുറത്തെ വിളികൾ ശ്രദ്ധിക്കാതെ, കുട്ടികളെ ശ്രദ്ധിക്കാതെ ആ വീട്ടിലിരുന്ന് കൊണ്ട് ഒന്നോ രണ്ടോ BOP കൾ നിങ്ങൾ വളരെ വ്യക്തമായി ആ പ്ലാൻ പറയുന്ന സമയത്ത് ആ BOP വളരെ വ്യക്തമായി ആ പ്ലാൻ കണ്ടുകൊണ്ട് ആ BOPയുടെ വൈൻഡ് അപ്പ് സെഷൻ വരെ നിങ്ങളൊന്ന് ഇരിക്കണം. നിങ്ങൾ ഇരുന്നാലേ, നിങ്ങൾ BOP എന്താണെന്ന് മനസ്സിലാക്കിയാലേ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇത് DPPയുടെ ട്രെയിനിങ്ങിൽ മാത്രമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സൂം ഡൗൺലോഡ് ചെയ്യാൻ പറയാനും ആ ചേച്ചി അല്ലെങ്കിൽ ആ ചേട്ടനെ BOPയിലേക്ക് അറ്റൻഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ ഈ DPPയിൽ മാത്രമല്ല. ഇപ്പൊ നമ്മൾ ഒരുപാട്, ഞാൻ ചോദിക്കട്ടെ, മനസ്സാലെ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നമ്മുടെ കമ്പനിയുടെ BOP നടക്കുന്നുണ്ട്. അപ്പോ നമ്മളെ കമ്പനിയുടെ BOP കൾ അല്ലെങ്കിൽ നമ്മുടെ ടീമിന്റെ BOP കളുടെ ലിങ്ക്, പോസ്റ്റർ നിങ്ങൾ എത്ര പേർക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്? അതിൽ എത്ര പേര് കയറുന്നുണ്ട്?
3 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഇപ്പൊ 7:15 BOP എങ്കിൽ നമ്മൾ 7:10 വരെ വളരെ ആകാംക്ഷയിലാണ് നിൽക്കുന്നത്. അവര് കയറും, ഈ 3 പേര് കയറും. 3:25 3:20 3:25 അല്ല സോറി 7:20 7:25 8 മണിയായി, എല്ലാം BOP എല്ലാം കഴിഞ്ഞു. മേഡം കയറിനാ, അവർക്ക് നെറ്റ് കിട്ടിയില്ല അത്രേ. മേഡം മറ്റവർ കയറിനാ, അവരെ കുഞ്ഞിയെ ഉറക്കുന്ന ടൈം ആയിരുന്നു അത്രേ. മേഡം അവർ കയറിനാ, അവരുടെ പ്രാർത്ഥനയുടെ ടൈം ആയിരുന്നു അത്രേ. 3 പേരും പോയോ? 3 പേരും പോയോ? ഇതല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആണോ അല്ലയോ? പക്ഷെ BOPയിലെ ആൾക്കാരെ പിന്നെ ഗസ്റ്റുകൾ കയറുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം. പക്ഷെ മിക്ക ആളുകൾക്കും സംഭവിക്കുന്നതാണ് ഞാൻ പറയുന്നത്. അല്ലെ? നമ്മളൊക്കെ 3 പേരുടെ ലിങ്ക് ഇട്ട് കൊടുത്തു, ആ 3 പേരും കയറി. പക്ഷെ അവിടെ ചെയ്യേണ്ടത് എന്താ അറിയോ? ഈ 3 പേര് നിങ്ങൾ ഒരു ഒരു ഉദാഹരണമാണ്. ഇപ്പൊ അത് എത്രത്തോളം അത് വിജയിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ 3 പേരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 പേരെയും നിങ്ങൾ ഒരു അരമണിക്കൂർ അതിന് സമയം മാറ്റി വെച്ചുകൊണ്ട് ആ 3 പേർക്ക് ഈ പറഞ്ഞ പോലെ ലിങ്കുകൾ ഡൗൺലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ 3 പേർക്ക് നമ്മളെ സബ് ഗ്രൂപ്പിന്റെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് 7M-ന്റെ പോസ്റ്റ് BOPയുടെ ലിങ്ക് അയച്ചു കൊടുത്തുകൊണ്ട് ഈ 3 പേരെയും ഒരേ രീതിയിൽ ഒന്നിച്ച് ഒരേ സൂമിൽ കയറ്റിയിട്ട് പിന്നെ നിങ്ങളുടെ ലീഡർ സാറേ ഇവര് കേട്ടോ, ഇവർ 3 ഇന്ന് കയറാൻ പോകുന്ന ലീഡേഴ്സ് അല്ലെങ്കിൽ പാർട്ട്നർ സോറി ഗസ്റ്റുകൾ. ഇപ്പൊ നിങ്ങൾ ഒരു അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള ഒരു SM ലീഡർ ആയിട്ടുള്ള ഒരു മേഡാണ് സൂം ഓൺ ആക്കി തരുന്നെങ്കിൽ നിങ്ങൾ സബ് ഗ്രൂപ്പിന്റെ ഞാൻ പറഞ്ഞത് ഇവർ 3 ഇന്ന് 7 മണിക്ക് കയറാൻ പോകുന്നത്, ഒന്ന് എഴുതി വെച്ചോളണേ. കാരണം അവർക്ക് ഇത് അറിയില്ല. നമ്മൾ കുറച്ച് ട്രിക്കുകൾ അല്ലേ, ഇപ്പൊ നമുക്കറിയാം, ഞങ്ങള് മലബാർ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് കഴിഞ്ഞാല് അങ്ങോട്ട് മിക്ക ഹോട്ടലിൽ രാവിലെ നമ്മള് ഒരു എന്താ പറയുക, രാവിലെ ചായ കുടിക്കാൻ കയറി കഴിഞ്ഞാല് നമ്മൾ ചോദിക്കാതെ നമ്മുടെ ടേബിളിൽ നമ്മുടെ പ്ലേറ്റിന് മുന്നിലേക്ക് കൊണ്ടുതരുന്ന ഒരു വസ്തുണ്ട്. എന്താണെന്ന് പറയാമോ? നമ്മൾ ഓർഡർ ചെയ്യാതെ നമ്മുടെ കഴിക്കുന്ന, ഇപ്പൊ നമ്മൾ ഇഡ്ഡലിയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളിപ്പോ മസാല ദോശയാണ് കഴിക്കുന്നത്, അല്ലെങ്കിൽ സാധാ ദോശയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്യാതെ നമ്മുടെ ആ പ്ലേറ്റിലേക്ക് വെയിറ്റർ വെച്ച് കൊണ്ടുതരുന്ന ഒരു സാധനമുണ്ട്. എന്താണെന്ന് പറയാമോ? വടയാണല്ലേ. നമ്മൾ ആരെങ്കിലും ഓർഡർ ചെയ്യാറുണ്ടോ വടയ്ക്ക്? അതായത് നമ്മൾ പോലും അറിയാതെ ഇപ്പൊ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ നമ്മുടെ കാലിന് മുള്ള് കയറാം, അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും കുത്തി കയറാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ. അത് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഞാൻ പറയാം. പെൺകുട്ടികൾ ഉള്ള വീടുകളിൽ അല്ലെ, ഇപ്പൊ ഒരുപാട് എല്ലാ ലേഡീസ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ലീഡേഴ്സ് ഒക്കെ പെൺകുട്ടികളിൽ നിന്നാണ് അല്ലെ രൂപാന്തരം വലിയ അവിടത്തേക്ക് എത്തിയില്ല. അപ്പൊ നിങ്ങളെ വേദനിപ്പിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുള്ള കാര്യം എന്താ? ഇന്ന് നമ്മൾ വളരെ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടുകൊണ്ട് വളരെ ട്രെൻഡാക്കി മാറ്റുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ? എന്തായിരുന്നു അത്? വേദനിപ്പിക്കാതെ കാതുകുത്തല് അല്ലെ? കാതുകുത്തൽ വേദനയായിരുന്നു. പക്ഷെ പഴയ തലമുറ ചെയ്തത് നമ്മുടെ കാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടെയൊക്കെ മുള്ളെന്ന് പറയും, കാരമുള്ള. ഇപ്പൊ അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എന്ത് രീതിയിലാണ് പറയും, വലിയ വലിപ്പുള്ള ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് പഴയ കാലത്തൊക്കെ കാതുകുത്തിയിട്ടുള്ളത്. പക്ഷെ ഇന്നോ ടപ്പ് സംഭവമൊക്കെ കുഞ്ഞൊന്ന് ജസ്റ്റ് ഒരനക്കം അല്ലെ, വേദനയുണ്ടോ? അപ്പൊ വേദന ഇല്ലാത്ത രീതിയിൽ എന്താണ്, നമ്മളിപ്പോ ഈ 3 പേരെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ 3 ഗസ്റ്റിനെ നമ്മളൊരു ഇപ്പൊ രാത്രി 10 മണിക്കാണ് BOP എങ്കിൽ, അല്ല സോറി 8 മണിക്കാണ് BOP എങ്കിൽ, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 11 മണിക്ക് DPP ആണെങ്കിൽ ഒരു 10:30 ഈ നമ്മുടെ സ്വന്തം അപ്ലൈൻ ലീഡർ ആയിട്ടുള്ള SM ലീഡറെ വിളിച്ച് മേഡം ഒന്ന് ID ഓപ്പൺ ചെയ്ത് തരുമോ എന്ന് പറഞ്ഞുകൊണ്ട് അതിന് മുന്നേ ഇവരെ 3 പേരെ നിങ്ങൾ വിളിച്ച് ആ സൂം ഒന്ന് ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് കാരണം ചില സമയത്ത് ഞാൻ നേരത്തെ ജയശ്രീ മേഡം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, കഴിഞ്ഞു പോയ സമയം ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് അല്ലെ? അപ്പൊ ഈ 3 പേരെയും നമ്മൾ വിളിച്ച് ഒരു 10:30 ഈ സൂം ഓൺ ആക്കി 3 പേരെ ഒന്നിച്ച് സൂമിൽ കയറ്റിക്കൊണ്ട് ഒരു അരമണിക്കൂറുള്ളിൽ ചേച്ചി ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് പിന്നെ സെയിൽസ്മാൻ ഇവർ 3 മാഡം എന്ന് കയറുന്ന പേര് എഴുതി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കും, അയ്യോടെ എന്റെ പേര് എഴുതി വെച്ചു, ഇനിയിപ്പോ അടുത്തൊന്ന് കാണാതിരിക്കാനും പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പോലും അതിലേക്ക് ജോയിൻ ചെയ്യും. അപ്പൊ എന്താണ് BOP എന്നുള്ള അതിന്റെ പ്രാധാന്യം ആദ്യം മനസ്സിലാക്കണമെങ്കിൽ അത് നിങ്ങൾ അപ്ലൈൻ ലീഡറോട് ചോദിക്കുക. BOP എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന തൊഴിൽ, നമ്മൾ ചെയ്യുന്ന ജോലി, അതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് വളരെ വ്യക്തമായി അറിയിച്ചു കൊടുക്കുന്നതാണ് അല്ലെ? അല്ലാതെ BOP ഇവിടെ കൂടിയിരിക്കുന്ന പാർട്ട്നേഴ്സിന് വിജയിക്കാനും നമ്മളെ ഇവിടെ കൂടിയിരിക്കുന്ന ലീഡേഴ്സിന് വിജയിക്കാനുള്ളതല്ല. നമ്മുടെ കമ്പനിയുടെ പ്ലാൻ
നമ്മൾ മറ്റുള്ളവരിലേക്ക് വളരെ വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നതാണ് BOP എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്ന് എന്തുകൊണ്ടാണ് ആളുകളുടെ കൊഴിഞ്ഞുപോക്ക് നമ്മുടെ കമ്പനിയിൽ നടക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ കമ്പനി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നാം നിങ്ങളുടെ കൂടെ വന്നിട്ടുള്ള പല ആൾക്കാരും ഇതിന്റെ കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാത്തത് എന്തുകൊണ്ടാ? ഒരുപാട് ആൾക്കാർ ഇപ്പൊ അല്ലെ വിളിച്ച ഫോൺ എടുക്കുന്നില്ല, അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു നടക്കുന്നു, എന്നെ കാണുമ്പോൾ അവൾക്ക് ദേഷ്യാണ്, അവന് ദേഷ്യാണ്, ഇങ്ങനെ നമ്മൾ പല സംഭവങ്ങൾ ചെയ്യാറില്ലേ? നമ്മൾ പലത് അനുഭവിക്കുന്നില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് അത്? കൊഴിഞ്ഞുപോക്കിനെ നിയന്ത്രിക്കാനുള്ള ഇപ്പൊ നമുക്കറിയാം 10 പേര് വന്നു, 10 പേര് കട്ടക്ക് നിന്ന് ഒരേ സപ്പോർട്ടർ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ റാങ്ക് എത്താൻ പറ്റും അല്ലെ? പക്ഷേ 10 പേര് 10 പേര് വന്നിട്ടുണ്ടെങ്കിൽ അതില് 8 പേര് ഇന്നാക്റ്റീവ് ആണ്. 8 പേരും ആക്റ്റീവായി വർക്ക് ചെയ്യാത്തവരും 2 പേര് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവര് ഇതിന്റെ നമ്മളെ കൂടെ നിൽക്കാതെ, നമ്മൾ മനസ്സിലാക്കുന്ന പോലെ നമ്മുടെ കമ്പനിയെ മനസ്സിലാക്കാതെ ഒഴിഞ്ഞു പോകാനുള്ള കാരണം എന്താണ്? ഞാൻ ചെറിയൊരു കാരണം പറയാം. ഇപ്പോ മുൻകാലങ്ങളിൽ നമ്മുടെ വണ്ടിയുടെ ടയറുകള്, സൈക്കിളിന്റെ ടയർ, ഈ ടയറിനകത്തൊരു ട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. കാറ്റ് നിറയ്ക്കാനുള്ള ഒരു സംഭവം. അല്ലേ? എല്ലാവർക്കും അറിയാം. പഴയ കാലം ഇപ്പം ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല പറഞ്ഞു. പക്ഷെ ഇപ്പോഴൊക്കെ ടയറുകളൊക്കെ വളരെ എന്താ പറയണ്ടേ, വളരെ എല്ലാം കൂടി ഒന്നിച്ചെന്നെ ഇല്ല ആ ഒരു രീതിയിലേക്ക് വന്നു. ഇപ്പൊ ടയർ പൊട്ടിക്കഴിഞ്ഞാൽ മാറ്റുക, അടുത്തിടുക, അത്ര ആ ഒരു സിസ്റ്റമാണ്. പക്ഷെ പഴയ കാലങ്ങളിൽ ഒരു ടയർ കാറ്റ് പോയി പഞ്ചറായി എന്ന് പറയും നമ്മൾ അല്ലേ? പഞ്ചർ ഷോപ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമുക്കറിയാം ഒരു അനിൽകുമാർ എന്ന് പറഞ്ഞ സാറ് പഞ്ചർ ഷോപ്പിൽ വർഷങ്ങളോളം വർക്ക് ചെയ്ത അദ്ദേഹമാണ്. ഇപ്പൊ ഒരു 4 വർഷങ്ങൾക്ക് മുന്നേ 1.5 കോടി രൂപയുടെ വീട് കെട്ടി. അദ്ദേഹം ഒരു ഈ ഫിജി കാട്ടിലൂടെയാണ് 4 വർഷം കൊണ്ട് 1 കോടിയുടെ വീട് കെട്ടി അതിനകത്ത് താമസം മാറിയിട്ടുള്ളത്. അപ്പോ ആ പഞ്ചർ ഷോപ്പിൽ ചെയ്യുന്ന ഇപ്പൊ നമ്മൾക്ക് ഞാൻ പറഞ്ഞത് കൊഴിഞ്ഞു പോക്ക്, അത് നമ്മളെ കാറ്റ്, നമ്മളെ ഈ സൈക്കിൾ ട്യൂബിനകത്തുള്ള അല്ലെങ്കിൽ വണ്ടിയുടെ ട്യൂബിനകത്തുള്ള കാറ്റിനോട് നമ്മൾ ഉപമിക്കുക. കൊഴിഞ്ഞു പോകുന്ന ആൾക്കാരെ ഈ കാറ്റിനെയും ഈ നമ്മളെ ഞാൻ പറഞ്ഞ വണ്ടിയുടെ ടയറിൽ നിന്ന് പോകുന്ന ആ ഒരു കാറ്റ്, എയർ, അതിനെയും നമ്മൾ ഉപമിക്കുക. കൊഴിഞ്ഞു പോക്ക് അല്ലെ? നമുക്കറിയാം ഏതൊരു സംരംഭത്തിലും ഏതൊരു ബിസിനസ്സിലും കൊഴിഞ്ഞു പോക്കുണ്ട്. അത് ഇവിടെ തന്നെയല്ല, എവിടെയുണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ എപ്പോഴൊന്നും ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ആൾക്കാർ ഒരു പ്രസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് കൊഴിഞ്ഞു പോകുന്നത്? അപ്പൊ ഞാനൊരു കാര്യം പറയാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു വണ്ടി, സ്വന്തമായിട്ടൊരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു വണ്ടി, ഒരു കാറുണ്ട്. ഇതിന്റെ ടയർ ഞാൻ പറഞ്ഞ പോലെ കാറ്റ് പഞ്ചറായി എന്ന് വിചാരിക്കുക. നിങ്ങളൊരു ടൗണിലേക്ക് ചെല്ലുന്നു. നടുക്ക് ആ ഒരു ബിൽഡിങ്ങിൽ 3 കടകളുണ്ട്. ആദ്യത്തെ കട ഹോട്ടലാണെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ കട ഒരു കന്നഡയാണെന്ന് വിചാരിക്കുക. മൂന്നാമത്തെ കട ഈ പഞ്ചർ അടയ്ക്കുന്ന കടയാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആ ടയറും കൊണ്ട് എവിടെയായിരിക്കും ആദ്യം ചെല്ലുക? ഈ കന്നഡയുടെ കടയിലായിരിക്കോ, ഹോട്ടലിലായിരിക്കോ, ടയറിന്റെ കട ആ പഞ്ചർ അടച്ച് ഒട്ടിച്ചു തരുന്ന ആ കടയിലായിരിക്കോ? സ്വാഭാവികമായിട്ടും നമ്മൾ ആ പഞ്ചർ അടയ്ക്കുന്ന കടയിലായിരിക്കും നമ്മൾ പോകുക അല്ലെ? അത് എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആ കടയിൽ പോകാനുള്ള കാരണം? നമ്മൾ ആ കടയെ മനസ്സിലാക്കിയതും കൊണ്ടാണ് നമ്മൾ നേരിട്ട് ആ കടയിലേക്ക് ചെല്ലുന്നത് അല്ലെ? പക്ഷെ അവിടെ ചെന്നാലാണ് അടുത്ത ഒരു കാരണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ടയർ കൊണ്ടു കൊടുക്കുന്നു, ഈ ടയർ പഞ്ചറാണ്. ആ ചേട്ടൻ ഈ ടയർ പഞ്ചറാണെന്ന് ഇപ്പൊ ചിലപ്പോൾ ലേഡീസിനൊക്കെ പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല. കാരണം വണ്ടികളില്ലാത്തവരുണ്ടാവാം, വണ്ടികൾ ഇപ്പൊ വാങ്ങിച്ചവരുണ്ടാവാം. ഇപ്പൊ വാങ്ങിച്ചവർക്കൊന്നും ഈ ടയറിന്റെ ഈ പറഞ്ഞ സിസ്റ്റം ചിലപ്പോൾ അറിയണമെന്നില്ല. എങ്കിൽ പോലും നമ്മൾ കേട്ടറിവുണ്ട് അല്ലെ? പഞ്ചർ ഷോപ്പൊക്കെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നിങ്ങൾക്ക് അഥവാ ടയറിന്റെ പഞ്ചർ അടിക്കുന്ന സിസ്റ്റം അറിയില്ല എങ്കിൽ വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് പറക്കും തളിക എന്നൊരു സിനിമ എടുത്തു നോക്കുക. അതിൽ ഹരീശ്രീ അശോകൻ ഒരു ടയറിന്റെ കാറ്റടിക്കുന്ന ഒരു സീനുണ്ട്. ഒരു ചൂല് മൊത്തം അല്ലെ കുത്തിക്കയറ്റിയ ഒരു സീനുണ്ട്. അപ്പൊ ആ ടയർ കൊണ്ടു കൊടുത്തു കഴിഞ്ഞാല് ആദ്യം ആ ടയർ റിസോൾവ് ചെയ്യുന്ന കാറ്റ് ആ ഒരു ഹോൾസ് അടച്ചു തരുന്ന ആ വ്യക്തി ചെയ്യുന്നത് എന്താണ്? നേരിട്ട് അതിലേക്ക് ഇത് പുരട്ടി അവിടെ ഒട്ടിച്ചു തരികയാണോ ചെയ്യുക? ഇപ്പൊ ഇവിടെ അങ്ങനെയാണോ? ഒന്ന് കമന്റ് ഇടാവോ? അപ്പൊ ആ വണ്ടിയൊക്കെ ഉപയോഗിച്ച ഒരുപാട് ആൾക്കാരുണ്ടല്ലോ.
എന്തപ്പോ രാവിലെ സാറ് ഇപ്പൊ ഒരു വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലേ? ഓക്കെ, ഞാൻ പറയാം. അതായത് ഇന്ന് നമ്മുടെ കമ്പനിയിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ ടീമിൽ നിന്ന് ഇന്ന് നമ്മുടെ കൂടെ നിൽക്കുന്നവര് കൊഴിഞ്ഞു പോകാനുള്ള മെയിൻ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യത്തിലേക്കാണ് ഞാൻ കടക്കുന്നത്. അപ്പോ ഒരു ടയർ കൊണ്ടുപോയി കഴിഞ്ഞു, അതിന്റെ കാറ്റ് പോയ ഒരു സാധനമാണെന്ന് പറഞ്ഞു. ആദ്യം അത് നന്നാക്കുന്ന വ്യക്തി വീണ്ടും ഇതിൽ കാറ്റൊന്ന് നിറച്ചു നോക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? കാറ്റൊന്ന് നിറയ്ക്കുകയാണ്. നിറച്ചു കഴിഞ്ഞതിന് ശേഷം വലിയൊരു ഒരു നമുക്ക് നിറച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ കൈവച്ച് നോക്കും, എവിടേക്കാണ് ഹോൾസ് ഉള്ളതെന്ന് നോക്കും. ഹോൾസ് ഇല്ലതെന്ന് നോക്കും. അതിനുശേഷം അവിടെ ഒരു കുറെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. ഈ വെള്ളത്തിനകത്തോട്ട് ഈ ടയർ മെല്ലെ, ടയറിന്റെ ട്യൂബ് മെല്ലെ ഇറക്കി നോക്കും. അപ്പോ എവിടെയാണ് ഹോൾസ് ഉള്ളത് അവിടെ കുമിള ഇങ്ങനെ പൊങ്ങിക്കൊണ്ട് നിൽക്കും. അപ്പൊ ആ വ്യക്തിക്ക് മനസ്സിലാവും ഇവിടെയാണ് ഹോൾസ് ഉള്ളത്, ഇവിടെയാണ് നമ്മുടെ ആ പഞ്ചർ ഒട്ടിക്കേണ്ടത് എന്നുള്ളത്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ ടീമിൽ നിന്ന് എന്തുകൊണ്ടാണ് ഈ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നതെന്ന്? എന്റെ ടീമിൽ നിന്ന് ഒരുപാട് പേര് പോയിട്ട്, പക്ഷെ നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ ആദ്യ അനുഭവങ്ങളിൽ നമുക്ക് ഇതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മനസ്സിലായി. അപ്പോ എങ്ങനെയാണ് ഈ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കുമിളകൾ പൊന്തുന്ന അവിടെയാണ് ഇതിന്റെ ഈ ദ്വാരം വന്നിട്ടുള്ളതും അവിടെയാണ് നമ്മൾ അടയ്ക്കേണ്ടതും. അത് എങ്ങനെ അടയ്ക്കാമെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അത്യാവശ്യം എല്ലാ ആൾക്കാരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണല്ലോ, അല്ലെ? ഇപ്പൊ നമ്മൾ നേരത്തെ കേട്ട ഒരു കാര്യമുണ്ട്. ജയശ്രീ എന്ന് പറയുന്ന മേഡം ഇവിടെ MC ചെയ്തു. നമ്മൾ ഏറ്റവും നമ്മളുടെ ഇപ്പൊ ചെയ്യുന്നവരോടല്ല കേട്ടോ, ചെയ്യാത്തവരോടാണ്. നമ്മൾ ബിസിനസ്സിനെ, നമ്മൾ ചെയ്യുന്ന ജോലിയെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ഏറ്റവും വലിയ ഉപാധി എന്താണെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റാറ്റസ് തന്നെയാണ്. എത്ര പേര് ആത്മാർത്ഥമായിട്ട് ഫിജി കാർട്ടിന്റെ എല്ലാ പോസ്റ്റുകളും ഓരോ ദിവസം വരുന്ന എല്ലാ പോസ്റ്റുകളും സ്റ്റാറ്റസ് ഇടുന്നുണ്ട്. എത്ര പേര് ഒന്ന് മാത്രം സ്റ്റാറ്റസ് ഇട്ട് ബാക്കി കുറെ തിരുവാതിര ഡാൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ ലീഡർ എന്നെ ചീത്ത പറയല്ലോ എന്നുള്ള ധാരണയിൽ ഒരെണ്ണം മാത്രം സ്റ്റാറ്റസ് ഇടുന്നവരുണ്ട്. എത്ര പേര് കൂട്ടുകാരെ വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാറ്റസ് ഇടാതിരിക്കുന്ന ആൾക്കാരുണ്ട്. മേഡം പറഞ്ഞു ഇത് ഒരു കെട്ടിന്റെ അപ്പുറത്തും ഇപ്പുറത്തുമാണ് ജയശ്രീ മേഡത്തിനെ ജോയിൻ ചെയ്യിപ്പിച്ച ആ വ്യക്തി തമ്മിലുള്ള വ്യത്യാസം. അതായത് ഇവിടുന്ന് ശ്വാസം വലിക്കുമ്പോൾ അവിടെ കേൾക്കാൻ പറ്റും. പക്ഷെ ആ മേഡത്തിന്റെ വീട്ടിൽ ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്, മേഡം അപ്പുറത്തെ വീട്ടിലെ മേഡത്തോടൊന്ന് പറയാം, ഓ അവളെ അങ്ങനെയാണല്ലോ സംസാരം, ഓ അവള് കൂടത്തില്ല, അവളോട് വെറുതെ ചുമ്മാ പറയാന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇത് 11 മാസം ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഒരു ദിവസം ഞങ്ങൾ കലി പൂണ്ട് ആ മേഡത്തിനെ വിളിച്ചു പറഞ്ഞു, മേഡം ഞങ്ങള് ലീഡേഴ്സ്, അന്ന് ഞങ്ങളുടെ കൂടെ ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ഞങ്ങൾ ലീഡേഴ്സ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്, ഒരു 3 പേരെ ഹൗസ് മീറ്റിംഗ് എന്ന രീതിയിൽ ഒരു 3 പേരെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് വിളിച്ചു വരുത്തണേ എന്ന് പറഞ്ഞപ്പോ ആ മേഡത്തിന് ആകെ നിക്കക്കളിയില്ലാതായി. സാറുമാർ വരുന്നുണ്ട്, ഒരാളെ എങ്കിലും കാണിച്ചു കൊടുക്കാം എന്നുള്ള ധാരണയിൽ ജയശ്രീ എന്ന് പറഞ്ഞ അവരോട് പോയി പറഞ്ഞു, എടി എന്റെ ലീഡേഴ്സ് വരുന്നുണ്ട്, അവരെല്ലാം ഇങ്ങനെ തെറി പറയും, നീ ഒന്ന് വന്ന് അവർ പറഞ്ഞത് വെറുതെ ചുമ്മാ കേട്ടിരിക്കാവോ എന്ന് പറഞ്ഞ് 11 മാസം. കാരണം അന്നാണ് ആദ്യമായിട്ട് ജയശ്രീ എന്ന് പറഞ്ഞ വ്യക്തിയോട് പറയുന്നത്, നമ്മുടെ വീട്ടിന്റെ തൊട്ട അയൽവാസിയാണ്, ഇങ്ങനെ വീട്ടിന്റെ ജനാലയിലൂടെ കൈയിട്ടാൽ അപ്പുറത്ത് കൈ ഷെയ്ക്കാൻ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് 2 വീടുകള്. അപ്പോ ആ മേഡം സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ല, നാണക്കേടാണ്, അവരെന്ത് പറയും, ഇവരെന്ത് പറയും, കെട്ടിയവരെന്ത് പറയും, മക്കളെന്ത് പറയും, കുറെ നാണക്കേടും കുറെ കാരണങ്ങളാണ്. അപ്പോ അങ്ങനെ ജയശ്രീ മേഡത്തോട് പറഞ്ഞു. അങ്ങനെ ജയശ്രീ മേഡം ഞങ്ങളെ കേൾക്കാൻ, അന്ന് ഞാനില്ലായിരുന്നു, കേൾക്കാൻ അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്ന ഒരു സ്ത്രീയാണ്. ഇന്ന് അപ്കമിങ് സെയിൽസ് ടീം മാനേജറാണ്. പക്ഷെ ആ വ്യക്തി ഇന്നും അതേ റാങ്കിൽ തന്നെ ഇരുന്ന് ഇപ്പോഴും എനിക്കും കിട്ടും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് രണ്ടോളം അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ജയശ്രീ മേഡത്തിന് താഴെ വന്നിട്ടുള്ള സ്വന്തം പാർട്ട്നേഴ്സ് ഒക്കെ മാസങ്ങൾക്ക് മുന്നേ എസ്റ്റീം ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, ജയശ്രീ മേഡത്തിനെ ജോയിൻ ചെയ്യിപ്പിച്ച ആ വ്യക്തിയുടെ വൺ സൈഡ് എത്ര പവർ വന്നിട്ടുണ്ടാവും എന്നുള്ളത്. പക്ഷെ നമ്മൾ എപ്പോഴും നമ്മുടെ ഈ മുറ്റത്തെ മുല്ലേക്ക് മണം ഉണ്ടാവത്തില്ല, അല്ലെ? നമ്മൾ അയൽവാസിയോട് പറഞ്ഞ നാളെ അവള് എന്തെങ്കിലും കാരണം കൊണ്ട് എന്നോട് പിണങ്ങിപ്പോയാൽ
അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പൊ നമ്മളോ 7M കാണണമെന്ന് പറഞ്ഞ് BOP കാണണമെന്ന് പറഞ്ഞ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്ന് ലീഡേഴ്സ് പറഞ്ഞിട്ടുണ്ട്. നാളെ അവളും ഇത് തന്നെ ചെയ്യണ്ടേ എന്നുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ മാറി നിന്നാൽ നമ്മുടെ വീട്ടിന്റെ അകത്ത് തന്നെ നമ്മളെക്കാളും കഴിവുള്ള വ്യക്തികൾ വരാറുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെയാണ് ദ്വാരങ്ങൾ അടക്കാനുള്ള, ഇപ്പൊ നമുക്കൊരു ടയർ പഞ്ചറിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് കൊഴിഞ്ഞു പോക്കുകൾ അടക്കാനുള്ള ഒരു ചെറിയ ഒരു കാര്യം. ഇപ്പൊ അത്യാവശ്യം എല്ലാവരും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ് അല്ലെ. ഇപ്പൊ ഏറ്റവും അടുത്ത കാലത്ത് ട്രെൻഡ് ആയിട്ടുള്ള ഒരു 3-4 ദിവസങ്ങളിൽ ട്രെൻഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ഒരു ചെറിയ തത്ത, പച്ച കളറിലുള്ള തത്തല്ല, അതിന്റെ പേര് എനിക്കറിയില്ല. ഒരു പരുന്തിനെ പോലെ കളറുള്ള ഒരു തത്ത ഒരു വീട്ടിലൊരു അമ്മമ്മയോട് വർത്തമാനം പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ഫേസ്ബുക്കിലൂടെ കേട്ടിട്ടുണ്ടോ? ഭയങ്കര രസാ അത്. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? എങ്ങനെയാണ് ഈ തത്ത, അതായത് ഓപ്പൺ എയറിൽ, അതായത് കൂട്ടിനകത്തല്ല ഉള്ളത്, പുറത്താണ്. അപ്പൊ എങ്ങനെയാണ് ഈ തത്ത ആ വീട്ടമ്മ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും മനുഷ്യൻ സംസാരിക്കുന്നതിനേക്കാളും വളരെ വ്യക്തമായി സംസാരിക്കാൻ പഠിച്ചിട്ടുള്ളത്? ഇനിയിപ്പോ നമ്മൾ പല ഇത് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാല് കാട്ടുപന്നികൾ ഇല്ലേ, കാട്ടുപന്നികൾ കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. ഇത് പല വീടുകളിലും ഇന്ന് നമ്മുടെ വീട്ടിന്റെ കുടുംബാംഗങ്ങളെ പോലെ നമ്മുടെ വീട്ടിൽ വരികയും നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും എല്ലാം ചെയ്തിട്ട് ഓരോ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിൽ തന്നെ, ചിലത് നമ്മുടെ വീട്ടിൽ തന്നെ ഇരിക്കാറുണ്ട്. കാട്ടിൽ നിന്ന് കിട്ടുന്ന തത്ത അല്ലെ, കാട്ടിൽ നിന്ന് നമുക്ക് തത്തയെ കിട്ടാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എത്ര വീടുകളിൽ നമ്മെ തത്തയെ വളർത്തുന്നുണ്ട്? കൂട്ടിനകത്തിട്ടിട്ടല്ല, വെളിയിൽ പറന്നു പോകുന്നുണ്ടോ? ഒരു ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിച്ചിട്ടുള്ള ഒന്നാണ് മിനിഞ്ഞാന്ന് ഒരു കാക്ക എന്ന് പറയുന്നത്. ഏറ്റവും എന്താ പറയണ്ടേ, വൃത്തികെട്ട ഒരു ജന്തുവാണ്, ജീവിയാണ് കാക്ക അല്ലെ. തെരുവിലുള്ള എല്ലാ വേസ്റ്റുകളും കഴിക്കുന്ന ഒരു സാധനമാണ് കാക്ക എന്ന് പറയുന്നത്. ഒരു കാക്കയെ വളർത്തുന്നത് കണ്ടിട്ടുണ്ടോ ഒരു വീട്ടമ്മ? അണ്ണാൻ അല്ലെ, കാട്ടിൽ ജീവിക്കുന്ന ജീവിയാണ്. അണ്ണാൻ നമ്മുടെ വീടിന്റെ അടുക്കള അവിടെ ഇവിടെ ഒക്കെ ഓടിച്ചാടി നടന്ന്, ഞാൻ അണ്ണാനെടുത്ത് എക്സാമ്പിൾ പറയാൻ കാരണം, ഞാനൊരു വീട്ടിൽ പ്ലാൻ കൊടുക്കാൻ പോയപ്പോ അവിടെ ഒരു കൊച്ചണ്ണൻ, ഒരു കുഞ്ഞി അതിന്റെ ഇതിലേക്ക് കയറി ഇങ്ങനെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗം പോലെ ചെയ്യുന്നുണ്ട് അല്ലെ. ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ എന്തുകൊണ്ട് തിരിച്ച് അവരുടെ കാടുകളിലേക്ക് പോകാതിരിക്കുന്നു? ഈ ജന്തുക്കളൊക്കെ ആ വീട് വിട്ട്, അല്ലെങ്കിൽ ആ വീട്ട് ഉടമസ്ഥനെ വിട്ടിട്ട് എന്തുകൊണ്ടാണ് തിരിച്ച് അവരുടെ വീടുകളിലേക്ക്, അവരുടെ കാടുകളിലേക്ക് പോകാതിരിക്കുന്നു? എന്തുകൊണ്ടായിരിക്കും? അതായത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അതായത് എല്ലാ ജീവജാലങ്ങൾക്ക് അവരുടെ ജീവൻ നിലനിർത്തണമെങ്കിൽ നല്ല ആ, ഭക്ഷണം വേണം, വെള്ളം വേണം, വായു വേണം, എല്ലാം വേണം അല്ലെ, എല്ലാം വേണം. അതായത് ഈ ജീവികൾക്കെല്ലാം കാട്ടിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ, അതിനേക്കാളും രുചിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഈ പറയുന്ന പന്നിക്കായിക്കോട്ടെ, കാക്കയ്ക്കായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താണ്, മയിലിനായിക്കോട്ടെ, അണ്ണാനായിക്കോട്ടെ, എല്ലാറ്റിനും വളരെ ലാളിത്യത്തോട് കൊടുത്ത്, പാല് കൊടുക്കേണ്ട സമയത്ത് പാല് കൊടുത്തു, പഴം കൊടുക്കേണ്ട സമയത്ത് പഴം കൊടുത്തു, വെള്ളം കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുത്തു, തുറന്നു വിടേണ്ട സമയത്ത് തുറന്നു വിട്ടു, പരിചരിക്കേണ്ട സമയത്ത് പരിചരണം കൊടുത്തു, എല്ലാം കൊടുത്ത് വളർത്തുന്നത് കൊണ്ടല്ലേ ഇവർ നമ്മളെ വിട്ടു പോകാത്തെ അല്ലേ? ഞാൻ പറഞ്ഞ കാക്ക എന്ന് പറഞ്ഞ ആ ഒരു ജീവിനെ ഒരിക്കലും നമുക്ക് പിടിക്കാൻ കിട്ടാത്ത ഒന്നാണ്. അതിന്റെ ഇത്രയും വലിയ കൊക്ക് കൊണ്ട് എനിക്ക് പണ്ട് ഇവിടെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്, ഒരു കൊത്ത് മൂക്കിന്. കുഞ്ഞപ്പോഴും ഞാൻ അതിനെ എടുത്ത് പൊക്കിയതാ, കണ്ണിലേക്ക് കൊത്തിയതാണ്, പക്ഷെ എന്തുകൊണ്ട് മൂക്കിനാണ് കൊണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ ജന്തുക്കളൊക്കെ, ഈ ജീവജാലങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ വിട്ടു പോകാത്തത്? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മളായിട്ട് പൊരുത്തപ്പെട്ടു അല്ലെ, പൊരുത്തപ്പെട്ടും കൊണ്ടാണല്ലേ നമ്മളെ വിട്ടു പോകാത്തെ അല്ലെ, പൊരുത്തപ്പെട്ടു. അപ്പോ നമ്മുടെ കൂടെ വന്നിട്ടുള്ള പാർട്ട്നേഴ്സിനെ നമ്മൾ പൊരുത്തപ്പെടുത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം? നമ്മളെ ലീഡേഴ്സിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയാൽ മാത്രമല്ലേ നമുക്ക് പാർട്ട്നേഴ്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. എത്ര ആൾക്കാർ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്, പഴയ ആൾക്കാരുണ്ടാവും, എത്ര പേര് ഇത് ലീഡേഴ്സിൽ നിന്ന് കൈപ്പറ്റുന്നുണ്ട് ഈ സംഭവങ്ങൾ. അപ്പൊ നമ്മൾ കൊടുക്കേണ്ട സമയത്ത് വെള്ളം കൊടുത്തില്ല എങ്കിൽ, കൊടുക്കേണ്ട സമയത്ത് പാല് കൊടുത്തില്ല എങ്കിൽ,
കൊടുക്കേണ്ട സമയത്ത് ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ അവർ പിന്നെ നിൽക്കുമോ? ഇപ്പൊ ഞാൻ പറഞ്ഞു അപ്പോ നമ്മളെപ്പോഴും ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. അബ്ദുൽ കലാം സാർ പറഞ്ഞ വാക്കാണ്, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം. കാരണം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളവരൊന്നും നാളുകളിൽ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണോ നമ്മൾ ചെയ്യുന്നത്? നിസ്സാരമായ ഒരു പൈസ ആയത് കൊണ്ടല്ലേ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മൾക്ക് വളരെ ആത്മാർത്ഥത ഇല്ലാത്തത്? ആത്മാർത്ഥത ഉള്ളവർക്ക് ഉണ്ട് കേട്ടോ, ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ വളരെ നിസ്സാരമായി നമ്മൾ കാണുന്നത് പലതും, ഏറ്റവും വലിയ ഉദാഹരണമാണ് ജയശ്രീ മേഡം. വളരെ നിസ്സാരമായി നമ്മൾ കാണുന്നത് പലതും നാളെ ഒരു മാണിക്യമായി അല്ലെങ്കിൽ ഒരു മുത്തായി പവിഴമായി നമ്മുടെ കയ്യിൽ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ അല്ലെ, ഇപ്പൊ അബ്ദുൽ കലാം സാർ പറഞ്ഞു, നമ്മളെ പിന്നിൽ നിന്ന് കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, ഇല്ലേ? ഒരുപാട് പേര് നമ്മളെ പിന്നിൽ നിന്ന് കുറ്റം പറയും. അതെന്തുകൊണ്ടാണ്? അവർ നമ്മളെക്കാളും രണ്ടടി പിന്നിലായത് കൊണ്ടാണ്. നമ്മൾ എന്തിനാ അവരെ ഭയപ്പെടുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്ന പലരും നാളെ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നില്ല. അപ്പൊ നമ്മൾ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ ജീവിതത്തിലെ പരാജയപ്പെടാനുള്ള 2 കാരണങ്ങൾ, ഒന്ന് നമ്മൾ ചിന്തിക്കാതെ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മൾ എടുത്തു ചാടി ഒരു കാര്യം ചെയ്തു, പിന്നെയാണ് നമ്മൾ ചിന്തിക്കുക, അയ്യോ അതങ്ങനെ, അല്ലെ? നമ്മളൊരു എന്താ എടുത്തു ചാടി എന്നൊക്കെ പറയുമ്പോൾ എന്റെ മലബാർ ഭാഷയിൽ ഈ ഉരുളയ്ക്ക ഉപ്പേരി പോലെ, അല്ലെ, നമ്മൾ തട്ടിക്കയറുക എന്നൊക്കെ പറയാറില്ലേ? ഒന്ന് ചിന്തിക്കാതെ നമ്മളൊരു കാര്യം ചെയ്തു, പിന്നെയാണ് അയ്യോ അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. അതാണ് ഏറ്റവും വലിയ. അപ്പൊ നമ്മളൊരു 100 കൂട്ടം ചിന്തിക്കുക. പിന്നെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പേടിയുണ്ടല്ലോ. ഞാൻ ഈ എല്ലാരും ഞാൻ മനസ്സിലാക്കിയത്തോളം ഏകദേശം ഒരു 85% പാർട്ട്നേഴ്സിന്റെ മനസ്സിൽ അലട്ടുന്ന പേടി എന്താ അറിയോ? ഇപ്പോ ജോയിൻ ചെയ്തിട്ട് 2 മാസം കഴിഞ്ഞവരുണ്ടാവാം, 4 മാസം കഴിഞ്ഞവരുണ്ടാവാം, 1 വർഷം കഴിഞ്ഞവരൊക്കെ ഉണ്ടാവാം. നമ്മുടെ അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ വരുമാനം വന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമുക്ക് പാർട്ട്നേഴ്സിനെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാനേ പെട്ടു, പിന്നെ ഞാൻ മുഖാന്തരം എന്റെ അടുത്ത വീട്ടിൽ അവൾ പെടാൻ പാടില്ല, അടുത്ത വീട്ടിൽ അവൻ പെടാൻ പാടില്ല. ഇതാണ് നിങ്ങളുടെ മനസ്സിൽ ചിന്താഗതിയെങ്കിൽ നിങ്ങൾ ഒരിക്കലും പെട്ടിട്ടില്ല. നിങ്ങളെ തന്നെ പെടുത്തിയതാണ്. നിങ്ങളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ സ്വയം നിങ്ങൾ തന്നെ പെട്ടു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നത്. അപ്പൊ എന്താണ് ഫിജിക്കാട്ട് എന്ന് പറഞ്ഞ ഈ പ്രസ്ഥാനം? ഇതിനെ ഞാൻ പറഞ്ഞത് കൊണ്ടോ, ഇവിടെ ഇരിക്കുന്ന ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ടുള്ള സ്വപ്ന മേഡം, സവിത മേഡം, ജിഷ്ണു സാറ്, അതുപോലെ ജസീറ മേഡം, അങ്ങനെയുള്ള പല ലീഡേഴ്സ് പറഞ്ഞത് കൊണ്ടൊന്നും അല്ല നിങ്ങൾ ഫിജിക്കാട്ടിനെ വിലയിരുത്തേണ്ടത്. ഫിജിക്കാട്ടിനെ നിങ്ങൾ വിലയിരുത്തണമെങ്കിൽ അതിന്റെ പ്ലാൻ ഒന്ന് പഠിക്കുക. ഇനിയിപ്പോ ഞാൻ പറയട്ടെ, ഞങ്ങളൊക്കെ നാളെ മരിച്ചുപോയി, മനുഷ്യന്റെ സാഹചര്യങ്ങളാണ്, അല്ലെ? നമ്മുടെ അപ്ലൈ ലീഡർ ആയിട്ടുള്ള ലീഡർമാർ ഏത് സമയത്തും, ഇപ്പൊ ഞാനടക്കം ആരും നാളെ മരിച്ചുപോയി, നിങ്ങൾക്ക് ഫിജിക്കാർഡ് ചെയ്യണ്ടേ? അപ്പോ നിങ്ങൾ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കുന്നത് എപ്പോഴാണോ, അവിടെയാണ് നിങ്ങൾ ഒരു ലീഡർ എന്ന് പറയുന്ന ഒരു സ്വന്തമായിട്ട് ഒരു ലീഡർ എന്ന് പറയുന്ന ആ ഒരു ലീഡർ, നമ്മൾ ആ ഒരു എന്താ പറയുക, ആ റാങ്കിലേക്ക് എത്തിയില്ല എങ്കിലും നിങ്ങൾക്ക് സ്വയം അഭിമാനിക്കാം, ഞാൻ ഒരു ലീഡർ അല്ലേ എന്ന് നമുക്ക് അഭിമാനിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ മനസ്സിലുള്ള ഈ പേടി നിങ്ങൾ എന്ന് എടുത്തു കളയുന്നുവോ, അത് ഞാൻ വന്നു അതിന് അവൻ എന്ത് ചിന്തിക്കും, അവൾ എന്ത് ചിന്തിക്കും എന്നുള്ള ആ തെറ്റിദ്ധാരണ നിങ്ങൾ എന്ന് എടുത്തു കളയുന്നുവോ, അന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പായിട്ടും പ്ലാൻ കൊടുക്കാൻ പറ്റും.
ഞാൻ പറഞ്ഞു BOP എന്ന് പറഞ്ഞ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഒരു പക്ഷി ഒരു വിത്തും കൊണ്ടാണ് പറക്കുന്നത്. പക്ഷി എന്ന് പറയുന്നതിനെ നമ്മൾ കമ്പനിയെ ഉപമിക്കാം. നിങ്ങൾ ഒരിക്കലും നമ്മുടെ കമ്പനി അല്ല സ്നേഹിക്കേണ്ടത്. ആരൊക്കെ നമ്മുടെ കമ്പനിയെ സ്നേഹിക്കുന്നുണ്ട്? നമ്മൾ ഒരിക്കലും നമ്മുടെ കമ്പനിയെ സ്നേഹിക്കരുത്. ആ കമ്പനി തിരിച്ച് നമ്മളെ സ്നേഹിക്കത്തില്ല. നമ്മൾ സ്നേഹിക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന തൊഴിലിനെയാണ്. നമ്മൾ ചെയ്യുന്ന ജോലിയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ലാതെ എന്നും തൃശ്ശൂർ നമ്മൾ ഓഫീസിൽ പറ്റി ആ കമ്പനി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ പൊട്ടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് നമ്മുടെ അക്കൗണ്ടിലൊക്കെ എന്തെങ്കിലും വരുമല്ലോ? നമ്മൾ സ്നേഹിക്കേണ്ടത് എന്തിനെയാണ്? നമ്മൾ ചെയ്യുന്ന തൊഴിലിനെയാണ്. അല്ലാതെ കമ്പനിയെ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് എന്താ കാര്യം? അപ്പൊ ഞാൻ പറഞ്ഞു ആ പക്ഷി, കമ്പനി എന്ന് പറയുന്ന പക്ഷി നമ്മൾക്ക് തരുന്ന വിത്തേതാ? കമ്പനി എന്ന് പറയുന്ന പക്ഷി ഒരുപാട് സ്ഥലങ്ങളിൽ പറന്ന് നടന്ന് നിങ്ങൾ ഒന്ന് താരതമ്യപ്പെടുത്തുക. മഹാഭാരത യുദ്ധം അല്ലെ? പഞ്ചപാണ്ഡവന്മാരും കൗരവരും പാണ്ഡവരും പണ്ട് നടത്തിയിട്ടുള്ള മഹാഭാരത യുദ്ധം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെടുത്തുന്ന ഒന്നാണ്. ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല അത്. നമ്മുടെ നെഹ്റു മുതൽ ഇങ്ങോട്ടേക്ക്, ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ടേക്ക് 5 ആൾക്കാരെ വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയിട്ടുള്ളത്. അത് തന്നെയാണ് പഞ്ചപാണ്ഡവന്മാരായിട്ടുള്ള 5 പേരും ഇതിനോട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഒന്ന് അത് മഹാഭാരത, ചിലപ്പോ മറ്റുള്ളവർക്ക് മഹാഭാരതം അറിയണമെന്നില്ല, പക്ഷെ സ്വാതന്ത്ര്യ സമരം എല്ലാവർക്കും അറിയാം അല്ലെ? അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഫിജി കാട്ട് എന്ന് പറഞ്ഞ ഈ പക്ഷി കേരളത്തിന്റെ പല സംസ്ഥാനത്തേക്കും പറക്കുന്നുണ്ട് അല്ലെ? എന്തും കൊണ്ടാണ് പറക്കുന്നത്? ഒരു വിത്തും കൊണ്ടാണ്. ഈ വിത്ത് എന്ന് പറയുന്നത് BOP എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റത്തെ നമ്മൾ, ആ ഒരു BOP എന്ന് പറയുന്ന ആ പ്രോഗ്രാമിനെ നമ്മൾ എന്താ പറയണ്ടേ, സാമ്യപ്പെടുത്തുക. ആ ഒരു BOP-യിൽ നിന്നല്ലേ ഒരുപാട് വൃക്ഷങ്ങൾ, ഇപ്പൊ നമ്മളായിട്ടുള്ള ഒരുപാട് വൃക്ഷങ്ങൾ മരങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ആണോ അല്ലയോ? അല്ലെങ്കിൽ നിങ്ങൾ അല്ലാന്ന് പറഞ്ഞോ? ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അപ്പൊ ആ ഒരു വിത്തിന് അത്രത്തോളം പ്രാധാന്യമുണ്ട്. നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോകുമ്പോൾ ഈ BOP-യുടെ പ്രാധാന്യം ആദ്യം നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ താഴെ വന്നിട്ടുള്ളവർക്കും അത് മനസ്സിലാവുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാതൃഭൂമി പത്രം വലിച്ചെറിയുന്ന പോലെ ആകരുത് നമ്മുടെ BOP-യുടെ പോസ്റ്റുകൾ നമ്മുടെ ഗ്രൂപ്പിൽ വരുന്നത്. ഒരുപാട് ലീഡേഴ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ തന്നെ ഒരുപാട് ലീഡേഴ്സ് കാരണം അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നീട് കാലാകാലങ്ങളായി അത് ആ അറിവില്ലായ്മയിൽ നിന്ന് അത് അറിവിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങള്, വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, അതിനെ എന്താ വലുതാക്കാതെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെ പോലും നമ്മൾ എഴുതി തള്ളാതെ അതിനെ വളരെ ലാഘവത്തോട് കൂടി കണ്ട്, വളരെ മൂല്യത്തോട് കൂടി കണ്ട് അതിനെ നെഞ്ചോട് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ഫിജി കാട്ട് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ പരാജയപ്പെടില്ല എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. അപ്പൊ ഇനി ഒരുപാട് പറയാനില്ല. എനിക്ക് ഫീൽഡിൽ ഇറങ്ങാനുണ്ട്. എനിക്ക് ഇവിടുന്ന് ഇനിയിപ്പോ